ഇൻട്രൊഡക്ഷൻ ഒന്നും പറയാതെ നേരെ അനുഭവത്തിലേക്ക് കടക്കാം. നമസ്കാരം ശ്രീകാന്ത് സാർ. എൻ്റെ പേര് ശ്രീകല. ഞാൻ കൊല്ലത്ത് നിന്നാണ് എഴുതുന്നത്. സാർ, എനിക്ക് എൻ്റെ ഭഗവാൻ നൽകിയ ഏറ്റവും വലിയൊരു അനുഭവം സാറിൻ്റെ വാക്കുകളിലൂടെ കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്. സാർ, എൻ്റെ അച്ഛനൊരു പനി വന്നിട്ട് 2-3 ആഴ്ച ആയിട്ടും കുറയുന്നില്ലായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ക്ലിനിക്കിലാണ് കാണിച്ചത്. പനി കുറയാതിരുന്നത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാമെന്ന്. എക്സ്റേ കണ്ട ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന്, അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് അയക്കുമെന്ന്. ഞങ്ങൾ അച്ഛനെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അച്ഛനെ ഇപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുമെന്ന്. ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആകാൻ തീരുമാനിച്ചു. അപ്പോൾ തന്നെ എക്സ്റേ സ്കാനിങ് എല്ലാം ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ന്യൂമോണിയ വന്നു പഴുത്തു, ശ്വാസകോശത്തിൽ ഒരു ഹോളുണ്ടെന്ന്. 1 വർഷമായി അത് വന്നിട്ട്. ഭഗവാന്റെ അനുഗ്രഹം കണ്ടാണ് ഒന്നും സംഭവിക്കാതിരുന്നത് എന്ന്. എൻ്റെ അച്ഛൻ്റെയും എന്നും അച്ഛൻ 5 മണിക്ക് അടുത്തുള്ള 3 അമ്പലങ്ങളിൽ തൊഴാൻ പോവാറുണ്ടായിരുന്നു. അവിടെ ഒരു തുണ ഉള്ളത് കൊണ്ടായിരിക്കാം അച്ഛന് ഒന്നും സംഭവിക്കാതിരുന്നത്. അച്ഛന് ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, പിന്നെ പ്രായത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളും ഉള്ളതുകൊണ്ട് ഓപ്പറേഷനൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ പഴുത്ത് കിടക്കുന്ന കഫം കുത്തിയെടുക്കാമെന്ന്. പക്ഷേ 6 ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന തുക ഞങ്ങൾ വിചാരിച്ചതിലും അപ്പുറത്തായിരുന്നു. ഒരു വീട് വെച്ചിട്ട് 2 മാസം ആകുന്നതേ ഉള്ളൂ. ഞങ്ങളുടെ വിഷമം കണ്ട് ഡോക്ടർ പറഞ്ഞു ഇതൊക്കെ ഇവിടെ വെച്ച് ചെയ്യുമ്പോൾ ഒരുപാട് തുകയാവും, നിങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയിക്കോളൂ എന്ന്. മെഡിക്കൽ കോളേജിലും സ്കാനിങ്ങും എക്സ്റേയും എക്സാം എല്ലാം എടുത്തു. ഇത് തന്നെയാണ് പറഞ്ഞത്. പിന്നെ ശ്വാസകോശത്തിൽ ഒരു മുഴയുണ്ട് എന്ന സംശയവും ഞങ്ങളോട് പറഞ്ഞു. ഭഗവാനോട് കരഞ്ഞപേക്ഷിച്ചു, ഭഗവാനെ അച്ഛന് ഓപ്പറേഷനോ പഴുപ്പ് കുത്തിയെടുക്കലോ ഇല്ലാതെ എത്രയും പെട്ടെന്ന് സുഖമാക്കി തരണേ എന്ന്. പിന്നെ ഒരു സ്കാനിങ്ങും കാർഡിയോളജിസ്റ്റിനെ കാണിക്കാനും പറഞ്ഞു. അങ്ങനെ അച്ഛനെ സ്കാനിങ്ങിനും കാർഡിയോളജിയും കാണിക്കുന്ന ഒരു ദിവസമായിരുന്നു. ഒരു ദിവസം തന്നെയായിരുന്നു. അച്ഛനെ സ്കാനിങ്ങിന് കൊണ്ടുപോയ ദിവസം രാവിലെ ഭഗവാന്റെ മുന്നിൽ വിളക്ക് കൊളുത്തി കരഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ഭഗവാനെ, അച്ഛന് സ്കാനിങ്ങിലോ ഹാർട്ടിലോ ഒരു കുഴപ്പവും കാണിക്കരുതേ, കുറച്ച് ദിവസം മരുന്ന് കഴിച്ചാൽ എല്ലാം മാറുമെന്ന് ഡോക്ടർമാർ പറയണേ എന്ന്. ഭഗവാനെ, അച്ഛന് കുഴപ്പങ്ങളൊന്നുമില്ലാതെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു തരണേ എന്ന്. സ്കാനിങ് കഴിയുന്നതുവരെയും റിസൾട്ട് ഡോക്ടർമാരെ കാണിക്കുന്നതുവരെയും കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ് ഞാനത് ത്രിമധുരത്തിൽ പറയാമെന്ന് പറഞ്ഞു. റിസൾട്ട് ഡോക്ടർ പറഞ്ഞു അച്ഛന് കുഴപ്പമൊന്നുമില്ല, കുറച്ച് ദിവസം കൂടെ കിടന്ന് ഇഞ്ചക്ഷനും മരുന്നും കഴിച്ചാൽ മതിയെന്ന്. പിന്നെ സാർ, അച്ഛന് ചുമ കുറവില്ലാത്തതുകൊണ്ട് TV ഉണ്ടോ എന്ന് സംശയിച്ചു. അപ്പോഴും ഭഗവാനോട് കരഞ്ഞ് വിളിച്ച് പ്രാർത്ഥിച്ചുട്ടോ. അതിൻ്റെ റിസൾട്ടും നെഗറ്റീവ്. എൻ്റെ ഭഗവാൻ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടു. 21 ദിവസങ്ങൾക്ക് ശേഷം എൻ്റെ അച്ഛൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഇനി 2 ആഴ്ച കഴിഞ്ഞ് ഒരു ചെക്കപ്പിന് പോകണം. അപ്പോഴും കുഴപ്പമൊന്നും കാണില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം. എൻ്റെ ഭഗവാനെ ഞാൻ അത്രത്തോളം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. എപ്പോഴും എൻ്റെ കൃഷ്ണ നാരായണ എന്ന് വിളിച്ചുകൊണ്ടിരിക്കും. എല്ലാം ഒന്ന് ഭേദമായതിനു ശേഷം അച്ഛനെയും കൊണ്ട് ഗുരുവായൂരിൽ പോകണം. ഭഗവാൻ തിരിച്ചു തന്നതിന് നന്ദി പറയാൻ ഒരുപാട് വഴിപാടൊക്കെ ഉണ്ട്. ഒരുപാട് നീണ്ടുപോയി, ക്ഷമിക്കണം. എഴുതിയപ്പോൾ മനസ്സിലുള്ളത് അറിയാതെ എഴുതിപ്പോയി. സാറിനെ ചുരുക്കി പറഞ്ഞാൽ മതി കേട്ടോ. എല്ലാവരെയും എൻ്റെ കണ്ണൻ കാത്തുരക്ഷിക്കട്ടെ. എന്താ കഥ? മകളും അച്ഛനും കൂടെ അല്ലേ? എന്തൊരു സന്തോഷമുള്ള അനുഭവമാണ്. അത്രയും ഭാഗ്യവാനാണ് അച്ഛൻ. ആ മകളെ അത്രയും പ്രാർത്ഥിക്കുന്നില്ലേ അച്ഛന് വേണ്ടിയിട്ട്. എങ്ങനെയൊക്കെ ആയിരിക്കണം മക്കളും അച്ഛനും അമ്മയും ഒക്കെയുള്ള ബന്ധമെന്ന് പറയുന്നത്. ഞാൻ കൂടുതൽ ഫിലോസഫി ഒന്നും പറയുന്നില്ല, പക്ഷേ ചെറിയ കാര്യങ്ങളാവുമ്പോൾ നമുക്ക് പറയണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് കേൾക്കാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കേൾക്കാമല്ലോ. അതൊക്കെയാണ് കഥ. എന്താ അല്ലേ? അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. കുറേ സമ്മാനങ്ങളും അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ.